പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ 8 ഏക്കറിൽ മീനുകളും പച്ചക്കറിയുമൊക്കെയായി കൃഷി നടത്തുന്ന സിജി വർഗീസിനെയാണ് ഇന്ന് നമ്മൾ കയ്യൊപ്പിൽ പരിചയപ്പെടുന്നത്. 20 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഇദ്ദേഹം കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഈ മേഖലയിൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എൻ്റെ പേര് സിൽജി വർഗീസ്. ഞാനൊരു കുട്ടനാട്ടുകാരനാണ്. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ചങ്ങനാശ്ശേരിയിലാണ് താമസം. അപ്പം കൃഷിയായിട്ട് പണ്ടേ നല്ല ബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാനുള്ളത്. ഇത് കുറേ നാളുകളായിട്ട് 10-30 വർഷമായിട്ട് കൃഷി ചെയ്യാതെ കിടന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഞാൻ കുളമൊക്കെ ഉണ്ടാക്കി ഇതുപോലെ പലിശ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുളത്തിൽ ഒരു 60 സെൻറ്റ് സ്ഥലം, ആ കുളത്തിൽ ഗിഫ്റ്റ് ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മാസത്തോളമായി. നല്ല വളർച്ചയാണ് എന്നുള്ളത്. അതിന് ഗ്രോവൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫീഡാണ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലോപ്പിയ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫുൾ ഫോം. അത് ഒരു ഒറ്റ സെക്സേ ഉണ്ടാകത്തുള്ളൂ, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കത്തില്ല. കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ആ എനർജി എല്ലാം അതിൻ്റെ ഗ്രോത്തിലാണ് അത് കൂടുതൽ കാണിക്കുക. കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അതായത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കൃഷി ഓഫീസറിൻ്റെയും ഒക്കെ നിർദ്ദേശാനുസരണം മാത്രമാണ് ഞങ്ങളിവിടെ ഫീഡ് കൊടുക്കുന്നതാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് ഈ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഷറീസുകാർ പറയുന്ന രീതിയിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ pH നോക്കണം. pH കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, pH കുറഞ്ഞാൽ എന്ത് ചെയ്യണം, അതൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. കുമ്മായി ഇടണം, ചാണകം ഇടണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് കറക്റ്റായിട്ട് റെഗുലറായിട്ട് വെള്ളത്തിൻ്റെ pH നോക്കുകയും ഒക്കെ ചെയ്താൽ ഇത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. രാവിലെ ഒരു പ്രാവശ്യം ഞങ്ങൾ തീറ്റി കൊടുക്കും 8-8:30 ആകുമ്പം. വൈകിട്ടും അതുപോലെ തന്നെ 5-5:30 ആകുമ്പം തീറ്റി കൊടുക്കും. പിന്നെ വൈകിട്ട് എയറേഷൻ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ വലിയ കുളത്തിൽ 2 അതിൻ്റെ അപ്പുറത്തെ കുളങ്ങളിലൊക്കെ ഓരോന്നായിട്ട്. ഓക്സിജൻ കുറവുള്ള സമയത്ത്, ഈ മഴക്കാറൊക്കെ ഉണ്ടാകുമ്പോൾ പൊതുവെ ഓക്സിജൻ കുറവാണ്, ആ സമയത്തേക്കൊക്കെ വേണ്ടി അതും ചെയ്യുന്നുണ്ട്. മത്സ്യകൃഷി മാത്രമല്ല, മത്സ്യകൃഷിയോടുകൂടി തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാം പടവളം ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ പടവളം ഉണ്ടായി, പാവലുണ്ടായി, പയറുണ്ടായി, വഴുതന, പിന്നെ തക്കാളി, പച്ചമുളക്, അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളതും പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ ആവശ്യമുള്ളതുമായ സാധനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.